നമ്മൾ കുറേ കാലമായി കാണുന്നതാണ് ഈ പോത്തൻകോട് ജംഗ്ഷൻ. ഇവിടുത്തെ ഈ ഗതാഗത കുരുക്ക് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. മുൻപ് രാവിലെ ഓഫീസ് സമയത്തും വൈകിട്ട് ഓഫീസ് സമയത്തും മാത്രം ഉണ്ടായിരുന്ന ഒരു തിരക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും കൂടിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ വൈകുന്നേരം ഞങ്ങളിതാ ഈ ബൈക്കിൽ ഇങ്ങനെ വന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇത് എന്തായാലും ഇതൊരു അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ട വിഷയമാണ്. ഇവിടുത്തെ വ്യാപാരികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ആംബുലൻസിൽ വരുന്ന രോഗികൾ. ഇത് എന്തൊരവസ്ഥയാണ് ഈ ഒരു പോത്തൻകോട് നഗരത്തിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഇത്ര കാലമായിട്ടും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ദുഃഖകരമായ കാര്യമാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഞങ്ങൾ ഈ പറയുന്നതല്ല, അതിനേക്കാൾ ഭീകരമാണ് ഈ കാഴ്ചകൾ ഉള്ളത്. ഇത് ജംഗ്ഷനിലെ ഒരു അവസ്ഥയാണ്. ജംഗ്ഷനിലെ ആ വളവ് തിരിഞ്ഞു വരുന്ന ഭാഗത്ത്, അതായത് ശ്രീകാര്യത്തു നിന്നും കഴക്കൂട്ടത്തു നിന്നും ഒക്കെ വരുന്ന വണ്ടികൾ ഈ പോത്തൻകോട് ജംഗ്ഷനിൽ തിരിഞ്ഞ് വെഞ്ഞാറമൂടേക്ക് പോകുന്നൊരു ഭാഗത്തുള്ള കാഴ്ചയാണ്. ഇവിടെ ഈ റോഡ് കണ്ടോ, റോഡ് മൊത്തം കുത്തിപ്പൊളിച്ചിട്ടേക്കാണ് ഒരു സൈഡ് മുഴുവൻ. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ട്രാഫിക് നിയന്ത്രണത്തിനുള്ള ഒരു സംവിധാനം, കുറെ നീല വീപ്പ കുറ്റികൾ ഇങ്ങനെ വച്ചേക്കുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പാർക്കിംഗ് നിയന്ത്രണമോ റോഡ് വികസനമോ ഇതൊന്നും ഈ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അടിയന്തരമായി ആരും ശ്രദ്ധിക്കുന്നില്ല. അധികാരികൾ ഇത് ഇടപെട്ട് ഈ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണേണ്ടതാണ്. ഇത് നാട്ടുകാരുടെ നിരന്തരമായ ഒരു ആവശ്യമാണ്.